സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നെൻ്റെ യാത്രാവിശേഷങ്ങൾ മീഡിയ വണ്ണിൻ്റെ കൂടെയാണ്. നമ്മൾക്കെന്തായാലും തുടർന്ന് കാണാം. എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പബ്ലിക്കിൽ നിന്നൊക്കെ. എൻ്റെ മുഖത്തൊക്കെ അടി കിട്ടിയിട്ടുണ്ട്, എന്നെ ചവിട്ടിയിട്ടുണ്ട്, എൻ്റെ ബാഗ് പിടിച്ച് വലിച്ചിട്ടിട്ടുണ്ട്, എന്നെ റോഡിലൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ ഇതുപോലെ നല്ല മലയാളികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്, നല്ല ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് തെരുവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ വടാപ്പാവ് വാങ്ങിക്കുന്ന കഥകളുണ്ട്. പറയുമ്പോൾ കരച്ചിൽ വരും എനിക്ക്. പക്ഷേ അത് മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ഇത് മോശമാണല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ മാത്രം പോകുന്ന ആൾക്കാർ, അവരും ചെയ്യുന്നത് യാത്രകൾ തന്നെയാണ്. അവർക്ക് തിരിച്ചു പോയി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഏട്ടനും അനിയനൊക്കെ ഉണ്ട്. ഞാനൊരു ഒറ്റ മോനാണെങ്കിൽ എനിക്കൊരു യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഒരാഴ്ച ആയാലും 2 ദിവസമായാലും യാത്രകൾ ചെയ്യുന്ന സഞ്ചാരികളോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ചിത്ര, നീ ചെയ്യുന്നൊരു കുട്ടിക്കാലത്തെ യാത്ര ഉണ്ടല്ലോ, ഇതാണ് യാത്ര. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ പൈസക്ക് വേണ്ടി ഓടി. പക്ഷേ എൻ്റെ യൗവനം, എൻ്റെ കാണേണ്ട കാഴ്ചകൾ, എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കണം, ഒരാളെ സഹായം വേണം. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. 1.5 വർഷക്കാലത്തോളം എനിക്ക് പട്ടിണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വിഷമങ്ങൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ വീട്ടുകാർ കേൾക്കുമായിരിക്കും, ഞാൻ വീട്ടിൽ അറിയിക്കില്ലായിരുന്നു. കാശ്മീരിന് ഭൂമിക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ അവിടുത്തെ ഭൂമിൻ്റെ പ്രത്യേകത പോലെ തന്നെയാണ് അവിടുത്തെ ഗ്രാമവാസികളുടെ ഹൃദയവും ആ ഭൂമി പോലെ തന്നെയാണ്. ഗ്രാമവാസികളിലാണ് കൂടുതലും സ്നേഹമുള്ളത്. പട്ടണങ്ങളിലെ ആൾക്കാർ കൂടുതലും കാണുന്നത് സഞ്ചാരികൾ വന്നാൽ അവരിൽ നിന്നും ഭക്ഷണത്തിൻ്റെ പൈസ കൂട്ടിയെടുക്കുക, ഹോട്ടലിൽ കൂടുതൽ പണം വാങ്ങുക എന്ന ചിന്താഗതി. അവർക്കത് കിട്ടും. അത് കാരണം ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഗ്രാമങ്ങളിൽ അവരെ വസ്ത്ര രീതി വളരെ വ്യത്യാസമാണ്. സുഹൃത്തുക്കളെ എന്ന ഒരൊറ്റ വിളിയിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ വ്ളോഗറും സഞ്ചാരിയുമാണ് കണ്ണൂർ സ്വദേശിയായ ചിത്രൻ. 3 വർഷക്കാലത്തെ ദീർഘമായ യാത്രകൾക്ക് ശേഷം ചിത്രൻ ഇപ്പോൾ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ത്യയിലും നേപ്പാളിലുമായി ദൂരങ്ങൾ താണ്ടിയിട്ടുണ്ട്. കാൽനടയായും ഹിച്ച് ഹൈക്കിങ്ങിലൂടെയുമൊക്കെയാണ് ചിത്രൻ്റെ വേറിട്ട സഞ്ചാരങ്ങൾ. ചിത്രനാണ് ഇന്നിപ്പോൾ ട്രാവലേഴ്സ് കഫേയിൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. അതായത് 2022 നവംബർ 1 അതെ, ഒരു കേരളപ്പിറവി ദിനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് ഒരു കേരളപ്പിറവി ദിനത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എൻ്റെ സ്വന്തം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ 3 വർഷത്തെ ഒരു യാത്ര? എങ്ങോട്ടായിരുന്നു ആ യാത്ര? ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതം കഥയാക്കാൻ പറ്റും, സിനിമയാക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് സാധിക്കും, പറഞ്ഞു തരാൻ സാധിക്കും. ധാരാളം അനുഭവങ്ങളും ജീവിതത്തിൽ പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാളോട് ഞാൻ സംസാരിക്കത്തില്ല മുഖത്ത് നോക്കിയിട്ട്, വളരെ മാറി നിൽക്കും. ക്യാമറക്ക് മുമ്പിൽ എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ സെൽഫി എടുക്കുമ്പോൾ പോലും ഞാൻ മാറി നിൽക്കും. ഞാൻ സ്വന്തമായ ഒരു ക്യാമറ നോക്കി സംസാരിക്കുന്നു. ഇപ്പോൾ സാറിനോടായാലും പോലും ഞാൻ സംസാരിക്കുന്നു. ധാരാളം മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ കണ്ട കാഴ്ചകൾ ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. അതെനിക്ക് ഷെയർ ചെയ്യാനും സാധിക്കും ഈ ഒരു യാത്രയിൽ. ധാരാളം അറിവുകളുമായിട്ടാണ് ഞാൻ ഈ ഒരു യാത്ര തിരിച്ചറിഞ്ഞത്. നമ്മളൊക്കെ പാഠപുസ്തകം പഠിക്കാറില്ലേ, ആ പഠിക്കുന്ന ഓരോ വരികളിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം എങ്ങോട്ടാണ് പോയത്? നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് പോയത് കർണാടകയാണ്. ഓരോ സ്റ്റേറ്റിലൂടെ, അതായത് ഇവിടുന്ന് ഒരു വണ്ടി എവിടെ കിട്ടും, അതായത് മീൻ വണ്ടിയൊക്കെയാണ് മെയിൻ ആശ്രയം. അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. മീൻ വണ്ടി, സിമെൻറ്റ് വണ്ടി, അരി കൊണ്ടുപോകുന്ന വണ്ടി. അപ്പോൾ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അവരോടെ പോകും. ചില സമയത്ത് അവരോടൊപ്പം കിടന്നുറങ്ങും, ചില സമയത്ത് അവരോടൊപ്പം കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ റോഡ് സൈഡിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. എന്താ പറയുക, അതിൻ്റെ ഒന്നുമില്ല. ഒരു 6000 രൂപ വെച്ച് ഇറങ്ങിയൊരു യാത്രയാണ്. പക്ഷേ വഴിയിൽ വെച്ച് തരുന്ന ആൾക്കാരുന്ന ഭക്ഷണം, അമ്പലങ്ങൾ, പള്ളികൾ, അത് ഏത് മതക്കാരുടേതായാലും പോലും എല്ലാവരും എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ തങ്ങുക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ പോകാം. അങ്ങനെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അതിനുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും, ചില ഗ്രാമങ്ങളൊക്കെ പോയിട്ടാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അതിൽ 5-6 ആദ്യത്തെ ഒരു പോയിന്റ് ഡൽഹിയാണ്. അങ്ങനെ പോയി എത്തി. അതിൽ മെയിൻ സിറ്റി, നമ്മുടെ ഇന്ത്യയിലെ ക്ലാസ് സിറ്റി എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറഞ്ഞ ക്യാപിറ്റലാണല്ലോ, അവിടെയാണ് ഞാൻ എത്തിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വണ്ടികൾ കാണുന്നത്, മനുഷ്യനിങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത് കാണുന്നത്, പലതരം ജീവിതം കാണുന്നത്. ഒരു തെരുവിൽ തന്നെ ലക്ഷറി കാറിൽ പോകുന്നൊരു മനുഷ്യനും ഉന്തുവണ്ടി ഓടിച്ചു പോകുന്ന മനുഷ്യനും കണ്ടത് ഈ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കയ്യിലൊരു 6000 രൂപ, ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങൾ, തീർച്ചയായിട്ടും ഇതാണ് പാഥേയം. ഇതുമായിട്ടാണ് യാത്ര. പക്ഷേ ആ 6000 രൂപ കൊണ്ടല്ല ഡൽഹി വരെ ഞാൻ എത്തിയത്. എന്നെ അതിനുള്ളിൽ ധാരാളം മനുഷ്യർ, അതിൽ മലയാളികളുണ്ട്, ഓരോ ഗ്രാമത്തിൽ അവിടുത്തെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. അതിൻ്റെ കൂടെ എൻ്റെ നടത്തവും.
പരമാവധി നടക്കും. അതുപോലെ ഹിച്ച് ഹൈക്കിംഗ് കിട്ടുന്ന ലോറി വാഹനങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കൈ കാണിച്ച് കയറി പോകും. ഹൈവേ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ആദ്യം. ഇത്രയും വലിയ റോഡൊക്കെ ഇങ്ങനെ പോവുക, കുറേ വണ്ടികൾ പോവും. അപ്പോൾ ലോറിയൊക്കെ പോകുമ്പോൾ ഞാൻ ദൂരേന്ന് കൈ കാട്ടും എൻ്റെ വലിയ ബാഗ് കൂടെ വെച്ചിട്ട്. ചില ആൾക്കാർ നിർത്തിത്തരും, ചില ആൾക്കാർ നിർത്താണ്ട് പോകും. എന്നാൽ നിർത്തുന്നൊരു വണ്ടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അങ്ങനെ കയറി കയറി ഞാൻ ഡൽഹിയിലെത്തി. ഓക്കെ. പക്ഷേ ഡൽഹി ആയിരുന്നില്ല ലക്ഷ്യം. വീട്ടിൽ നിന്ന് അല്ല അല്ല, ഇറങ്ങുമ്പോൾ ഒരു നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം. ബോർഡ് ഉണ്ടായിരുന്നു എൻ്റെ ബാഗിൻ്റെ. കേരള ടു കാശ്മീർ ആയിരുന്നു. എല്ലാ മലയാളികൾക്കും ആദ്യം ഇന്ത്യയിൽ എവിടെ പോകണമെന്ന് ചിന്തിച്ചാൽ കാശ്മീർ ഇല്ലെങ്കിൽ മണാലിയൊക്കെയാണ് ചിന്ത. അങ്ങനെ ഒരു കാശ്മീർ ഒരു ബോർഡ് വെച്ച് ഞാൻ. ബോർഡെന്ന് വെച്ചാൽ എൻ്റെ യാത്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കാര്യങ്ങൾ ആർക്കും അറിയുവാണെങ്കിൽ, മലയാളികൾ വഴിയിൽ കണ്ടുമുട്ടുവാണെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ ബോർഡ് വെച്ച് ഇറങ്ങിയത്. അങ്ങനെ ഡൽഹിയിൽ നിന്നാണ് ഞാൻ പോയത്, ഡയറക്റ്റ് കാശ്മീരിലേക്കല്ല. ഞാൻ മണാലിയിലേക്കാണ് പോയത്. ഹിമാചൽ പ്രദേശിലേക്കാണ് എൻ്റെ ആദ്യത്തെ മഞ്ഞുമല യാത്രകൾ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ കാശ്മീർ സ്വപ്നം കണ്ട് കശ്മീരിലേക്ക് പോയി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കശ്മീർ നമ്മൾ വിചാരിച്ച പോലെ ചിത്രൻ കരുതിയതുപോലെയാണോ, അതിനപ്പുറമാണോ, അല്ലെങ്കിൽ കരുതിയതുപോലെ ഇല്ലേ? കാശ്മീർ എൻ്റെ ചിന്തകളിൽ വളരെ വ്യത്യാസമാണ്. എനിക്ക് ധാരാളം സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്യാമെന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു. കാശ്മീർ ഇന്ത്യൻ ആർമീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ധാരാളം ഇന്ത്യൻ ആർമി നമ്മുടെ ജവാന്മാരെന്നൊക്കെ പറയും. അവർ കാവൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളും പോകാൻ സാധിക്കത്തില്ല. പക്ഷേ കാശ്മീർ എന്ന ഭൂമിക്ക് ധാരാളം സവിശേഷതകളുണ്ട്. ഭയങ്കര മനുഷ്യരൊക്കെ ഡിഫറൻ്റ് ആണ്. നല്ല മനുഷ്യരും മോശം മനുഷ്യരും എല്ലാ ഭൂമിയിലുണ്ട്. നമ്മുടെ നാട്ടിലായാലും വേറെ എവിടെയാണെങ്കിലും. എനിക്ക് ആപ്പിൾ തിന്ന കഥകളൊക്കെ പറയേണ്ടി വരും. വിശപ്പടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും. ആപ്പിൾ കഴിച്ചത്, വാൾനട്ട് കഴിച്ചതൊക്കെ ധാരാളം പറയേണ്ടി വരും. ധാരാളം വീടുകളിൽ അഭയം കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് സോൻമർഗ്. ഗാന്ദർബാൾ ജില്ല ഒരു അടിപൊളി സ്ഥലമാണ്. ധാരാളം കാഴ്ചകൾ സമ്മാനിക്കുന്ന സുറു റിവറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ച നദികളൊക്കെ കാശ്മീരിൽ കണ്ടിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് പെഹൽഗാം, ഗുൽമർഗ്, സോൻമർഗ്. ഇതാണ് ടൂറിസ്റ്റുകൾ മെയിനായിട്ട് പോകുന്നൊരു സ്ഥലം. പക്ഷേ ഇതിൻ്റെ അകത്തും ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നു. ചിലർക്ക് മോശം അനുഭവമായിരിക്കും. പക്ഷേ കാശ്മീരിൽ എനിക്ക് രണ്ടുമുണ്ട്. നല്ലതുമുണ്ട് മോശവുമുണ്ട്. പക്ഷേ ഞാൻ ജനങ്ങളിലേക്കെന്നും നല്ല കാര്യങ്ങൾ മാത്രമാണ്. സാറിനായാൽ പോലും നാളെ സ്വപ്നം കാണുന്നത് നല്ല സ്വപ്നങ്ങളാണല്ലോ. മനുഷ്യർക്ക് തീർച്ചയായിട്ടും. ഈ ഒരിക്കലും വ്ളോഗുകളിലൂടെ എപ്പോഴും നന്മകൾ അല്ലെങ്കിൽ അവിടുത്തെ നല്ല കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു തീർച്ചയായിട്ടും എന്നുള്ളതാണ്. നദികളെക്കുറിച്ചും ഈ പർവ്വതങ്ങളെക്കുറിച്ചും കശ്മീരിലൊക്കെ ഗ്രാമങ്ങളെക്കുറിച്ചും എത്തുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടെയുള്ള ഒരു ഗ്രാമീണരുടെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത്. അവിടെയുള്ള ആളുകളുടെ നമ്മളെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഗ്രാമീണരുടെ നമ്മളോടുള്ള അവരുടെ ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? ഗ്രാമവാസികളിലാണ് കൂടുതലും സ്നേഹമുള്ളത്. പട്ടണങ്ങളിലെ ആൾക്കാർ കൂടുതലും കാണുന്നത് സഞ്ചാരികൾ വന്നാൽ അവരിൽ നിന്നും ഭക്ഷണത്തിൻ്റെ പൈസ കൂട്ടിയെടുക്കുക, ഹോട്ടലിൽ കൂടുതൽ പണം വാങ്ങുക എന്ന ചിന്താഗതി. അവർക്കത് കിട്ടും അത്. കാരണം ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഗ്രാമങ്ങളിൽ അവരെ വസ്ത്രരീതി വളരെ വ്യത്യാസമാണ്. ഒരു വലിയൊരു ഷാള് പോലത്തെയൊക്കെ ആയിരിക്കും. ജുബ്ബ എന്നൊക്കെ പറയും തോന്നല്ലേ? അതെ, ജുബ്ബ വലിയൊരു ഷാള്. അവരെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതെ. ഒരു വലിയൊരു ഷാളൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട്, ചില ആൾക്കാർ വലിയ താടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല സൗന്ദര്യമാണ് ആൾക്കാരെ കാണാൻ. അത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പ്രായമായ ആൾക്കാരൊക്കെ കണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ? അവർ ആടുകളെയും കൊണ്ട് ഇങ്ങനെ പർവ്വതങ്ങളിലൂടെ, ആ പർവ്വത താഴ്വരകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന സ്ഥലങ്ങൾ പോലെയാണ്. ഞാൻ ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും കാശ്മീരിൻ്റെ ഭൂമിക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ അവിടുത്തെ ഭൂമിൻ്റെ പ്രത്യേകത പോലെ തന്നെയാണ് അവിടുത്തെ ഗ്രാമവാസികളും. ഗ്രാമവാസികളുടെ ഹൃദയവും ആ ഭൂമി പോലെ തന്നെയാണ്. അതെ, ചിത്രൻ എപ്പോഴും പറയുന്നത്, സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴെവിടെയാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തും. വളരെ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കാണിക്കുന്നു, അത് പരിചയപ്പെടുത്തുന്നു. അപ്പം അങ്ങനെ പോയ സ്ഥലങ്ങളിൽ ഇപ്പം ഈ ഇന്ത്യക്കകത്ത് ധാരാളമായി സഞ്ചരിച്ചു. തീർച്ചയായിട്ടും അതോടൊപ്പം നേപ്പാളിൽ കുറേ കാലം ഒരു നേപ്പാളിലൂടെ വർഷത്തോളം സഞ്ചരിച്ചു. ഈ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കും? തങ്ങി നിർത്തുന്നു പറയുമ്പോൾ അതിൽ ഒരു കാരണവും ഉണ്ടാകും. ഇപ്പം ഒരു വ്യക്തി ഒരു യാത്ര ചെയ്യുമ്പം അവിടെ ഒരു സ്ഥലത്ത് 1,00,00,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും പെട്ടെന്ന് പോകാൻ പറ്റില്ലെന്ന് വരും. പക്ഷെ ആ സ്ഥലത്ത് നമുക്ക് നടന്നു പോകാം, വഴിയിൽ ടെൻറ്റ് ചെയ്ത് പോകാം, നമുക്ക് ആ സ്ഥലം കാണാൻ സാധിക്കും. അങ്ങനെ പറ്റിയ ഷെയ്പ്പ് പോക്സ് ഉണ്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നേപ്പാളിലെ കർണാലി പ്രൊവിൻസിലാണ് വരുന്നത്. ഡോൾപ്പ എന്ന് പറഞ്ഞ ജില്ലയുണ്ട്. തടാകമാണത്. അതൊരു ലേക്കാണ്. നേപ്പാൾ എന്ന രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നാഷണൽ പാർക്കാണ് ഷെയ്പ്പ് പോക്സുണ്ടോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു മനോഹരമായ, അത് ലോവർ ഡോൾപ്പയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഡോൾപ്പ രണ്ടുണ്ട്. അപ്പർ ഡോൾപ്പ ടിബറ്റിലാണ് ബോർഡർ പങ്കിടുന്ന സ്ഥലമാണ്. ബുദ്ധമത വിശ്വാസികളാണ് അവിടെ ജീവിക്കുന്നത്. ചുങ്ങോ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് എൻ്റെ തൊട്ടടുത്ത്. യാക്കാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. ഈ വിദേശ സഞ്ചാരികളൊക്കെ വന്നാൽ യാക്കിൻ്റെ മുകളിലൂടെ മെല്ലനെ മെല്ലനെ വരും. അവർക്ക് നടക്കുന്ന ആൾക്കാരുണ്ട്, നടക്കാത്ത ആൾക്കാരുണ്ട്, മടി പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ യാക്കിൻ്റെ പുറത്തേക്ക് കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ വിഷമാവും. ആ അതേ യാക്ക് തന്നെയാണ് മുകളിലെത്തിയിട്ട് അവർ കറി വെച്ച് കഴിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. താഴെ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് അത് തിരിച്ച് വരത്തില്ല താഴോട്ട്. കാരണം അവിടുത്തെ ആൾക്കാരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ആടും യാക്കുമാണ്. യാക്കിൻ്റെ ഇറച്ചി. യാക്കിനെ കൊല്ലുന്ന കണ്ടപ്പോൾ പെട്ടെന്നൊരു വിഷമം തോന്നിയായിരുന്നു. കാരണം അതിൻ്റെ പുറത്ത് എല്ലാവരും വന്ന് സാധനമൊക്കെ ഇട്ട്, അത് ആ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ. അതെ. കാരണം ഓരോ ദേശത്തിലും ഓരോ ഭക്ഷണ രീതികളാണ്. യെസ്.
തടാകം അതിമനോഹരമാണ്. ഒരു പച്ചയും നീലയും കലർന്ന തടാകം. ആ തടാകത്തിന്റെ പേര് തന്നിട്ടുണ്ട്. ടർക്കോയിസ് ലേക്ക് എന്നാണ് വോയിസിലേക്ക് അതെ പറയുന്നത്. ആ വെള്ളം ആ ഒരു വൈ ഷേപ്പിലാണ്. 3 മലകൾക്കിടയിലാണ് ആ തടാകം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ് കാലത്ത് പോയാൽ മഞ്ഞും മലയും കാണാം. അതിന്റെ സൈഡിൽ തടാകവും കാണാൻ സാധിക്കും. ഏകദേശം ഒരു 4 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. ദുനൈ എന്ന ക്യാപിറ്റൽ ഉണ്ട് ഡോൾപ് ജില്ലക്ക്. അവിടുന്നാണ് ഈ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഞാൻ ആരംഭിച്ചത് മുഗു എന്ന് പറഞ്ഞ ജില്ലയിൽ നിന്നാണ്. മുഗു എന്ന് പറഞ്ഞ ജില്ലയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചും നടന്നുമാണ് ഞാൻ ആ ദുനൈ എന്ന് പറഞ്ഞൊരു ക്യാപിറ്റലിൽ എത്തിയത്. ഒരു വലിയൊരു നദിയുണ്ട്. നദീൻ്റെ പേരൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കാരണം കുറേ നദികൾ കടന്നു പോയിട്ടുണ്ട് അതെ ജീവിതത്തിലൂടെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കാണുന്ന സ്ഥലത്തെ നദികളൊക്കെ അധികം പച്ച കളറായിരിക്കും. ഒന്നെങ്കിൽ പച്ച അല്ലെങ്കിൽ നീല കലർന്നൊരു ഒരു ഇതൊക്കെ അക്വാ ആയിരിക്കും. മറൈൻ കളർ അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അങ്ങനെയാണ് അതിന്റെ കറക്റ്റ് പേര്. യെസ് ആ നദീൻ്റെ ഒരു സ്ഥലവും അവിടുത്തെ പാലവും നേപ്പാളിലെ ആൾക്കാരുടെ ഒരു വസ്ത്ര രീതിയുണ്ട്. അത് എന്തോ ഒരു സങ്കടം തോന്നിപ്പിക്കും. ഞാൻ അവിടെ പോകുമ്പം എൻ്റെ ശരീരം മൊത്തം അഴുക്കായിരുന്നു. ഇങ്ങനെ തട്ടിയ പൊടി പാറും. കാരണം അവിടെ റോഡോ കാര്യങ്ങളൊന്നുമില്ല നേപ്പാളിൽ. എൻ്റെ ശരീരത്തിൽ പൊടി പാറുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പട്ടണത്തിൽ എല്ലാവരും ശരീരത്തിൽ അതുപോലെ പൊടി പാറുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാനും അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ പോലത്തെ ഒരു മനുഷ്യൻ എന്നോട് പെരുമാറുന്നത് അതുപോലെ തന്നെ. എനിക്കൊരു മോശം അനുഭവം ഇല്ല. അവരെന്നെ വെൽക്കം ചെയ്തു. "നിനക്ക് അവിടെ പോണോ? ഗൈഡുണ്ട്, ഈ ആക്കുണ്ട്." അത് അവരെ ബിസിനസ് മാർഗ്ഗമാണ്. ചെക്ക് പോസ്റ്റിൽ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇവിടെ ഗൈഡിനെ വെച്ചാണ് ആൾക്കാർ പോവുക. വിദേശികളൊക്കെ കാണുന്നില്ല. നമ്മൾ സാർക്ക് കൺട്രിയാണ്. വിദേശത്തെ ആൾക്കാർക്ക് ഒരു 4000, 5000 വരുന്ന സ്ഥലത്ത് നമുക്ക് 1500 രൂപയാണ് നേപ്പാൾ പൈസ ടാക്സ് അടക്കേണ്ടത്. ചാർജ് ടിക്കറ്റിൻ്റെ. ഞാൻ അവരോട് പറഞ്ഞപ്പം ആദ്യം "നീ പൈസ തരണ്ട, നീ പോയിക്കോ." പക്ഷേ റൂള് പ്രകാരം ടിക്കറ്റ് വേണമല്ലോ. അതൊക്കെ തന്നിട്ട് എന്നെ അവരെ കടത്തി വിട്ടായിരുന്നു. നല്ല മനുഷ്യർ. ആ തടാകത്തിലെ യാത്രയിൽ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ എങ്ങനെയാണ് സാറിനോട് പറഞ്ഞിട്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിൽ കണ്ട കാഴ്ചകളും ഞാൻ പറയുന്ന കാഴ്ചകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഈ നേപ്പാളിലെ യാത്രകൾ സാധാരണഗതിയിൽ ഒരാൾ നേപ്പാൾ ഭൂട്ടാനൊക്കെ യാത്ര ചെയ്യാൻ ധാരാളം ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതൊരാഴ്ച അല്ലെങ്കിൽ ഒരു ചെറിയ കാലാവധിയിൽ അത് അവസാനിക്കും. പക്ഷേ ഇത് ഒരു വർഷക്കാലം ഈ 3 വർഷത്തിൽ ഒരു വർഷക്കാലം നേപ്പാളിലൂടെ അവിടുത്തെ പർവ്വതനിരകളിലൂടെയും വാലികളിലൂടെയും അതെ, അതെ. സഞ്ചരിച്ചു. അത്രമാത്രം നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതിൽ നേപ്പാൾ എന്ന് പറയുമ്പം സാഗർമാത ഇല്ലെങ്കിൽ ചോങ്ലോങ്മ എന്ന് പറയും. ചോങ്ലോങ് എന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിൻ്റെ ടിബറ്റൻ ഭാഷയാണ്. അതാണ് നേപ്പാളിൻ്റെ ഏറ്റവും ഫേമസ് ആയി ഒന്ന് പറയുന്നത്. അവിടേക്കുള്ളൊരു യാത്ര എൻ്റെ കൊല്ലം മുന്നേ ഉള്ളൊരു സ്വപ്നമാണ് എങ്ങനെയും പോകണമെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ലോകത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രെയിൽസാണ്. ഒരു ചോറും കറിയൊക്കെ ഒരു നേരം കഴിക്കണമെങ്കിൽ 1500 രൂപ, ഒരു പുഴുങ്ങിയ മുട്ടയ്ക്ക് 100 രൂപ, 50 രൂപയൊക്കെ വരും. അപ്പം ഞാൻ ചിന്തിച്ചൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വിൻ്ററിൽ പോവാം. -45-ലായിരുന്നു ഞാൻ മുകളിലെത്തിയത്. ഒരാളും ഇല്ലാത്തൊരു സമയത്ത്. കാഠ്മണ്ഡുന്ന് തുടങ്ങിയ ട്രെക്കിങ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് ബേസ് ക്യാമ്പിലെത്തിയൊരു യാത്രയുണ്ടായിരുന്നു മൗണ്ട് എവറസ്റ്റിൻ്റെ. ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കോലം മെലിഞ്ഞു പോയായിരുന്നു. അവിടുത്തെ ആൾക്കാർ എനിക്ക് ഭക്ഷണം തന്നു. വലിയ പൈസ ഒന്നും വാങ്ങാതെ 250 രൂപക്കും 100 രൂപക്കും അവർ ചെറിയ ചെറിയ ഭക്ഷണം എനിക്ക് തന്നു. പക്ഷേ എന്നൊരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ നല്ല കാര്യമല്ല. ചെറിയ പൈസയ്ക്ക് എപ്പോഴും വാങ്ങാം. അവർക്കൊരു ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമൊക്കെ കഴിച്ചിട്ട് ഞാൻ ആ മല കയറിയായിരുന്നു. ധാരാളം കൊടുമുടികൾ, അമാദബൽ എന്നൊക്കെ പറഞ്ഞ പീക്ക്, മൗണ്ട് ലോഡ്സെ, മൗണ്ട് എവറസ്റ്റ്, ടിബറ്റിൻ്റെ ഒരു ഭാഗം, കുംഭു ഗ്ലേസിയറിൻ്റെ ഒക്കെ മുകളിൽ ഞാൻ കയറിപ്പോയായിരുന്നു. എനിക്കത് ഒരു പവിഴപ്പുച്ചു പോലെയൊക്കെ ഉണ്ടാവും. ഗ്ലേസിയർ ഇങ്ങനെ താണ് നിൽക്കുന്ന ഒരു അടിപൊളി നീലിയും വെള്ളയൊക്കെ കലർന്ന ഒരു കളറ്. അതിൻ്റെ ഒരു ധൈര്യം ഒന്ന് ഇറങ്ങിപ്പോയേക്കാലം എന്തായിരിക്കും സംഭവിക്കുക. ഒരു സാധാരണ ഒരു ജാക്കറ്റൊക്കെ എടുത്ത് ഞാനത് കയറി ഇറങ്ങി. പക്ഷേ ഒരിക്കലും ഞാനത് ഒരാളോട് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം അത്രയും അപകടമാണ്. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷ കൂടി നോക്കണം. എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനത് കയറി തിരിച്ചിറങ്ങി. ഒരു അപകടവും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് അവിടേക്കല്ല കേട്ടോ പോയത്. ധാരാളം കൊടുമുടികൾ പോയത് കൊണ്ട് തന്നെ തണുപ്പും ഈ വേദനകളൊക്കെ സഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞൊരു ചോദ്യമാണ്, ഒരാഴ്ചയൊക്കെ മാത്രം പോകുന്ന ആൾക്കാർ അവരും ചെയ്യുന്നത് യാത്രകൾ തന്നെയാണ്. അവർക്ക് തിരിച്ചു പോയി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എനിക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഏട്ടനും അനിയനൊക്കെ ഉണ്ട്. ഞാനൊരു ഒറ്റ മോനാണെങ്കിൽ എനിക്കൊരിക്കലും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഒരാഴ്ച ആയാലും 2 ദിവസമായാലും യാത്രകൾ ചെയ്യുന്ന സഞ്ചാരികളോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു വർഷക്കാലം നേപ്പാളിലൂടെ എങ്ങനെ സഞ്ചരിച്ചു, പല കാഴ്ചകൾ കണ്ടു, അതെ, അതെ. പല വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. ചിത്രൻ സ്വാഭാവികമായിട്ടും കഴിയുന്നതും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു. അതിന് വേണ്ടിയുള്ള ഗ്യാസ് സ്റ്റൗ ഒക്കെ കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. ഗ്യാസ് സിലിണ്ടറൊക്കെ ചെറിയ സിലിണ്ടറൊക്കെ കയ്യിൽ കാണാറുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമ്പോൾ അങ്ങനെ കഴിക്കും. അതല്ലാതെ ഈ യാത്രക്കിടയിൽ തുടക്കകാലത്തൊക്കെ ആ. ചില സമയത്ത് ഭക്ഷണം ഇല്ലാതിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, കുറേ ഉണ്ട്. 1.5 വർഷക്കാലത്തോളം എനിക്ക് പട്ടിണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വിഷമങ്ങൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ വീട്ടുകാർ കേൾക്കുമായിരിക്കും. ഞാൻ വീട്ടിൽ അറിയിക്കില്ലായിരുന്നു. എനിക്കെന്നും ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല നിലയിലാണ് പോകുന്നത്. ഇന്ന് വളരെ സന്തോഷവാനാണ്. എല്ലാം സന്തോഷങ്ങൾ മാത്രമേ ഞാൻ എവിടെയും ഷെയർ ചെയ്യത്തുള്ളൂ. ആ വീഡിയോയിൽ അങ്ങനെ ഷെയർ ചെയ്യത്തുള്ളൂ. പക്ഷേ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ 1, 2 ദിവസമൊക്കെ.
നമ്മുടെ എന്താ പറയുക വടാപ്പാവ്. മഹാരാഷ്ട്രയിലെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം എന്നാണ് വടാപ്പാവിനെ പറയുക. യെസ്. ഞാൻ ഒരു ദിവസം എത്ര വടാപ്പാവ് കഴിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തെരുവിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ വടാപ്പാവ് വാങ്ങിക്കുന്ന കഥകളുണ്ട്. പറയുമ്പോൾ കരച്ചിൽ വരും എനിക്ക്. പക്ഷേ അത് മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ ഇത് മോശമാണല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിലൊക്കെ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവരവിടെ പെട്ടുപോയി ജീവിതത്തിൽ. അവിടുന്ന് കരകയറാൻ പറ്റുന്നില്ല. എന്നാൽ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് വടാപ്പാവ് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് വിശപ്പടക്കാൻ വേണ്ടി. മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലാണ്. മഹാരാഷ്ട്രയിലാണ് വടാപ്പാവ് കൂടുതലുള്ളത്. ഇപ്പോഴാണ് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിൽ അവർ കച്ചവടം ചെയ്യുന്നത്. ഞാൻ ഡൽഹിയിൽ ആദ്യം വന്ന സമയം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇവിടുത്തെ കഥകളൊക്കെ പറയുമ്പം വളരെ മോശമായിരുന്നു. എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പബ്ലിക്കിൽ നിന്നൊക്കെ. എൻ്റെ ആളുകൾ മുഖത്തൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. എന്നെ ചവിട്ടിയിട്ടുണ്ട്. എൻ്റെ ബാഗ് പിടിച്ച് വലിച്ചിട്ടിട്ടുണ്ട്. എന്നെ റോഡിലൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ ഇതുപോലെ നല്ല മലയാളികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. നല്ല ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്നത് ഡൽഹിയിൽ ഒരു തിരക്ക് പിടിച്ച സ്ഥലമാണ്. അവിടെ ഒരു ആൽമരം ഉണ്ടെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. ഒരു ഗുരുദ്വാര കാര്യങ്ങളൊക്കെ ആൽമരത്തിൻ്റെ സൈഡിലിരുന്ന് ഉറങ്ങിയ ദിനങ്ങളും അവിടെ കണ്ടുമുട്ടിയ സന്യാസിമാരൊക്കെ അവരൊക്കെ ഈ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതായത് രാത്രി വേഷം കെട്ടി ഇറങ്ങി പൈസക്ക് വേണ്ടി അവർ ഒരു വ്യത്യസ്തമായ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ ഡൽഹി അങ്ങനെയാണ്. മനുഷ്യൻ പല ജീവിതങ്ങളാണ്. നമ്മൾക്ക് ഏതാണ് യഥാർത്ഥ മനുഷ്യനെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം ഡൽഹിയിൽ. ഈ കഷ്ടപ്പെട്ടെങ്കിലും അത്തരം പല ജീവിതങ്ങളെ അടുത്തറിയാൻ പറ്റി. അമ്പമ്പോ തീർച്ചയായിട്ടും മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യം ഒരിക്കലും നമ്മൾ വിചാരിക്കും പോലെ ഒരാളെ ജീവിതവും നമ്മളൊരു ശത്രു ആണെങ്കിൽ പോലും ഒരുപക്ഷെ ശത്രുവിനെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോകും. മുംബൈയിലും ഡൽഹിയിലുമൊക്കെയുള്ള മഹാനഗരങ്ങളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്മോ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഈ റിമോട്ട് ഏരിയകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ ഹിമാലയൻ താഴ്വാരത്തെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. എൻ്റെ ജീവിതം മാറിയത് അവിടെ നിന്നാണ്. ഞാൻ ഡൽഹിയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് പോയ ശേഷം ഞാൻ പട്ടണം കാണുന്ന കുറേ വർഷത്തിന് ശേഷമാണ് എനിക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല. എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരിക്കലും ആവില്ല. ഈ മഞ്ഞുമലകളും നല്ല കുടിവെള്ളം ഓക്സിജനൊക്കെ പറഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ ഒരു ബാഗ് കൊടുത്ത് ഇങ്ങനെ പോവാം. നമ്മുടെ മലയാളത്തിൽ പറയാൻ പറയുവാണ് പ്രശ്നമൊന്നുമില്ലല്ലോ. മലയാളത്തിൽ പറഞ്ഞാൽ തെണ്ടി നടക്കുക. അങ്ങനെ എന്നെ പറയാറുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ആൾക്കാർ. ഇപ്പോഴും പറയാറുണ്ട് തെണ്ടി നടക്കുക. തെണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ സ്നേഹമുള്ള ആൾക്കാർ. എവിടെയാണ് മോനെ പോകുന്നത്, വാ ഇന്നിവിടെ ഭക്ഷണമുണ്ട് വീട്ടിൽ കഴിച്ചിട്ട് പോവാം. അവരെ വീട്ടിലൊരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയി എന്ന് പറയില്ലേ, അവിടെ വിളിക്കാത്ത കല്യാണത്തിന് കാണുന്നതിനെ വിളിച്ചിട്ട് വാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയും. നല്ലൊരു മനുഷ്യർ. ഒരു രീതി മാറിപ്പോയി. ഞാൻ കണ്ട മനുഷ്യരേ അല്ല. ഒരു വർഷം ഒരു 9 മാസത്തോളം പട്ടണങ്ങൾ കണ്ട ഞാൻ കാണുന്നത് വേറൊരു ലോകം എൻ്റെ ജീവിതത്തിൽ. ഞാൻ എത്തിപ്പെടേണ്ട ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടെന്ന് തോന്നിയത് എൻ്റെ ഹിമാലയ യാത്രയാണ്. ഹിമാലയ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഏരിയകളായിരിക്കും ഹിമാലയം ഉണ്ടാവുക. ഇപ്പം ഹിമാചലിൽ പോകുമ്പോൾ പെട്ടെന്ന് മണാലിയാണ്. മണാലിയിലെ വ്യാസ് നദിക്ക് തീരത്തൊക്കെ ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട് പാലത്തിൻ്റെ അടിയിലൊക്കെ. എൻ്റെ ബാഗ് വിട്ട് ഇരുന്നുറങ്ങിയ ദിനങ്ങളൊക്കെ ഉണ്ട്. പൈൻമര കാടുകൾക്കിടയിൽ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് എൻ്റെ. അവിടെയൊക്കെ ആ സമയത്തും മലയാളി ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ മടിയായിരുന്നു. എങ്ങനെ പോവുക, എന്നെ അവർ സ്വീകരിക്കുക, അങ്ങനത്തെ ഒക്കെ കാരണം വസ്ത്രമില്ല എനിക്ക്. എൻ്റെ ഡ്രസ്സൊക്കെ വലിയ മണ്ണാണ്. ആരും എന്നെ തിരിച്ചറിയില്ല. ഏത് മനുഷ്യനാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് പക്ഷേ മണാലി. ഈ ഇത്രയും തണുപ്പുള്ള ഹിമാലയൻ താഴ്വാരത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ചില മുൻകരുതലുകൾ, ജാക്കറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ കരുതിയിരുന്നില്ലേ? ഇല്ല. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് സംഘടിപ്പിക്കേണ്ടി വന്നോ? നാട്ടിൽ നിന്ന് എൻ്റെ യാത്ര തുടങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ആർമിയിലായിരുന്നു. എനിക്കൊരു ഫസ്റ്റ് ഒരു സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ആർമിയിൽ ജോലി ചെയ്യുന്നു ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു ആർമിക്കാരനാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. Yes. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ലീപ്പിംഗ് ബാഗ്. അതും കൊണ്ടാണ് ഞാൻ -18 വാഗാ നദിക്ക് തീരത്ത് ഇപ്പോഴും ഓർക്കുന്നു. ഒരു മാസം ഞാൻ ജിസ്പ എന്ന് പറഞ്ഞ താഴ്വരയുണ്ട്. അത് ലാഹോൾ വാലിയിലാണ്. സാറിന് അറിയായിരിക്കും Yes. ലാഹോൾ വാലി. രാഹുൽ. അവിടെയാണ് ജിസ്പ, ദാർജ, കെയ്ലോങ് ഒക്കെ വരുന്നത്. ആ വാഗാ നദി തീരത്ത് ആ സമയത്ത് അടൽ ടണലും അടച്ച് ലഡാക്കിലേക്ക് പോകുന്ന വഴിയും അടച്ച് ഒരു മാസം വാഗാ നദിക്ക് തീരത്ത് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. വിന്റർ ആയിരുന്നു. ആ വിൻ്റർ ആയിരുന്നു. എൻ്റെ അടുത്ത് ആ സ്ലീപ്പിംഗ് ബാഗും ഡിക്കാത്ലോണിൻ്റെ 2500 ഒരു ടെൻറ്റും ആയിരുന്നു. അതിലായിരുന്നു ഞാൻ വസിച്ചത്. അന്നേരം എൻ്റെ അടുത്ത് 7 കിലോൻ്റെ LPG ഗ്യാസ് ഉണ്ട്. അത് ഏകദേശം 1.5 മാസത്തോടെ എനിക്ക് എത്തും. ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് തോന്നുന്നു ഒരു ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കിട്ടുന്ന കടയുണ്ട്. അവിടുത്തെ ആൾക്കാർ തന്നെ അവരൊരു ഡിഫറെൻറ്റ് കൾച്ചറാണ്. നല്ലൊരു അടിപൊളി ആൾക്കാരാണ്. അവർ മൈഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷേ 2-3 ആൾക്കാർ അവരുടെ സ്ഥലത്ത് നിൽക്കും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ഉരുളക്കിഴങ്ങും ചോറും പുഴുങ്ങി കഴിച്ച ദിവസങ്ങളുണ്ട്. കുറേ നാൾ ഉരുളക്കിഴങ്ങും ചോറും മാത്രം. പിന്നെ അതിലൂടെ പോകുന്ന ആർമി വണ്ടിക്കാർ വെള്ളം തന്നിട്ടുണ്ട് എനിക്ക്. വെള്ളം, ബിസ്ക്കറ്റ്, നല്ല നല്ല കേക്ക്, പ്രോട്ടീൻ ബാറുകൾ ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അവരെ വണ്ടികൾ മാത്രം ആ സമയത്ത് പോവുമായിരുന്നു. അതായത് 4x4 വാഹനങ്ങൾ മാത്രം കടത്തിവിടും. ലഡാക്ക് അറിയാലോ എത്ര ഹൈറ്റിലേക്ക് കയറുന്നത് അവിടുന്ന്. ദാർജ തൊട്ട് മുകളിലോട്ട് മൊത്തം കയറ്റാണ്. വലിയ വലിയ പാസുകളാണ്. തങ്ങലാങ്ങല പാസ്, സർച്ചു പാസ്, അങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടികൾ പോകത്തില്ല. ആ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ച് കിടന്ന അനുഭവം ജീവിതത്തിൽ അതാണ് എക്സ്ട്രീമായിട്ട് ആദ്യം തുടങ്ങിയ എൻ്റെ ജീവിത എക്സ്പീരിയൻസ്. അവിടുന്ന് പിന്നെ എനിക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങൾ കുറവായിരുന്നു. തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ കുറവായിരുന്നു.
അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം, ചുണ്ടൊന്ന് കറുത്ത് പോകും, മുഖത്ത് ഒരു സമയത്ത് ബ്ലഡ് കട്ട പിടിച്ച് പോകും, മൂക്കിന്ന് 2 തവണ ചോര വന്നായിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ. അത് വിത്ത് ഭാരമായതുകൊണ്ട് മാത്രം. പക്ഷെ അതിജീവിച്ചു. ജീവിച്ചു. സാധാരണ മലയാളികൾ ധാരാളമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ചിത്രനെ പോലുള്ള ആളുകൾ അതിന് അവർക്ക് പ്രചോദനവുമാണ്. ഇപ്പോൾ യുവാക്കൾക്കൊക്കെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ പൊതുവിൽ നമ്മൾ അല്പം ഒരു സാമ്പത്തികമായിട്ട് ഒരു ശേഷിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു 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 നിലയിലെത്തിയതിന് ശേഷം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അധികം ആളുകളും അവരുടെ ജോലിയിൽ നിന്നൊക്കെ പിരിഞ്ഞതിന് ശേഷം, റിട്ടയർമെൻറ്റിന് ശേഷം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചിത്രൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുന്നു. ഡിഗ്രി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ യാത്രയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് തീർച്ചയായിട്ടും. ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ നേരത്തെ തന്നെ യാത്രയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? ആരും പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചില്ല. അനുഭവിച്ചു തരാൻ സാധ്യതയില്ലല്ലോ അത്. ഇല്ല, ഇല്ല. ചിന്തിച്ചില്ലായിരുന്നു. കാരണം എല്ലാവരും നമ്മുടെ മലയാളികൾ ആദ്യം പറയാ, ഗൾഫിൽ പോയി ജോലി ചെയ്യൂ, സമ്പാദിക്കൂ, എന്നിട്ട് ഒരു യാത്ര ചെയ്യൂ, ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യൂ. ഞാൻ കണ്ട യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ സഞ്ചാരികളിൽ പ്രായമായ ആൾക്കാരും കോടീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു. കോടീശ്വരന്മാരുടെ ഒരു കഥ ഞാൻ പറയാം. നല്ലൊരു മനുഷ്യൻ, അതിൽ മലയാളീസും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുണ്ട്. ഈ കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ അങ്ങനെ പറയാൻ സാധിക്കും എനിക്ക്. കാരണം അവർ ചെയ്ത യാത്രകൾ എന്നോട് പറഞ്ഞായിരുന്നു അവർ. ചിത്ര, എൻ്റെ സഞ്ചാരം ഇങ്ങനെയാണ്, ഞാൻ കോടികൾ മുടക്കും, ലക്ഷങ്ങൾ മുടക്കും, ഗൈഡിനെ പറ്റും, ഹെലികോപ്റ്റർ സംവിധാനം മുഖേന ഇവിടെ എത്തിച്ചേർന്നത്. ഒരു യാത്രക്കൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ ലക്ഷങ്ങൾ മുടക്കുന്ന സഞ്ചാരികൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിത്ര നീ ചെയ്യുന്നൊരു കുട്ടിക്കാലത്തെ യാത്ര ഉണ്ടല്ലോ, ഇതാണ് യാത്ര. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ പൈസക്ക് വേണ്ടി ഓടി. പക്ഷേ എൻ്റെ യൗവനം, എൻ്റെ കാണേണ്ട കാഴ്ചകൾ, എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കണം, ഒരാളെ സഹായം വേണം. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളെ കുഞ്ഞു നാളുകൾ, നമ്മുടെ 25-30 വയസ്സിനുള്ളൊരു സമയമുണ്ടല്ലോ, ആരോഗ്യമുള്ളൊരു സമയത്ത് നല്ല കാഴ്ചകൾ, നല്ല ചിന്താഗതി, നമ്മുടെ ചോരത്തിളപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയം പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. ആ ഒരു പുള്ളിക്കാരൻ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്നും ഓരോരോ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി തിരിച്ചു വരുന്നു. 24 മണിക്കൂറും ജോലിയായിരുന്നു. ഒരു സ്വന്തം വീട്ടുകാരെ പോലോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരൊക്കെ കടന്നുപോയത്. പക്ഷേ അവരൊരു പ്രായമാകുമ്പോൾ അവരുടെ കയ്യിലില്ലാത്ത പൈസയില്ല, ഇല്ലാത്ത കാറുകളില്ല. അതൊക്കെ ഉണ്ടായിട്ട് എത്ര നാളാണ് അവർ ജീവിക്കുക? ആ മനുഷ്യനത് പറഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, അത് സത്യമല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും. അതായത് സമയവും പണവും ഒക്കെ കയ്യിൽ വരുന്ന സമയം ഒരുപക്ഷെ നമുക്ക് ആരോഗ്യം ആരോഗ്യം ഉണ്ടാവില്ല. ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും അപ്പോൾ ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നു ആവില്ല. എന്നുള്ളതാണല്ലേ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് ആവുമെങ്കിൽ അതിൽ. പക്ഷേ ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചല്ലോ, അതിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. സൗകര്യങ്ങളില്ല, പക്ഷേ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷെ ഞാൻ ഇന്ന് ഒരുപാട് ജീവിതത്തിൽ സന്തോഷിക്കുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ എത്രത്തോളം പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിത്രൻ്റെ സന്തോഷിക്കുന്നു. സന്തോഷം പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ തന്നെ എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതൊക്കെ ഈ തിരിച്ചുകൊണ്ടാണ് സോഷ്യൽ എപ്പോഴും മീഡിയ വരുന്നത്. ഇങ്ങനെയാണ്. എനിക്കിപ്പം എന്താ പറയുക, ചിരിച്ച് ചിരിച്ച് ശീലമായി. അതെ, അതെ, അതെ. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ പലതരം ഭക്ഷണശീലങ്ങളുണ്ടാവും. പല രുചികൾ, അവരവരുടെ നാട്ടിലെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണും. അതുപോലെ തന്നെ പല മനുഷ്യരെ കാണും. അതെ, അതെ. പല തരത്തിലുള്ള ആളുകളെ കാണും. അപ്പോൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരോ ഏതെങ്കിലും അതുപോലെയുള്ള ഭക്ഷണ സൽക്കാരങ്ങളോ ഒക്കെ എനിക്ക് ഉണ്ടോ? ഇഷ്ടപ്പെട്ടൊരു ചോദ്യമായിരുന്നു. ഭക്ഷണമുണ്ട്, മനുഷ്യനുണ്ട്, ഗ്രാമമുണ്ട്. ഒരു ചെറിയ കോമഡിയും ഉണ്ടാവും അതിൽ. അതെ. അരുണാചലിൽ പോകുമ്പം ഞാൻ തടി ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ വലിയ തടിയനായിരുന്നു ഞാൻ. അവിടുത്തെ ആൾക്കാർ ചീസ് കഴിക്കും. അത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള ചീസ്. യാക്കിൻ്റെ ചുരുപ്പി എന്ന് പറയും. ചുരുപ്പി എന്ന് പറഞ്ഞാൽ ചീസാണ്, കട്ട യെസ്, ചീസ്. യെസ്. ഹിമാലയൻ ചീസ് എന്ന് പറയും. അതിലൊരു ഗ്രാമമാണ് ലുബ്രാങ് എന്ന് പറഞ്ഞൊരു ഗ്രാമം. മോൻബ ട്രൈബൽസ് ആണ് അവിടെ ജീവിക്കുന്നത്. അവിടെ നിന്ന് ഭൂട്ടാൻ ഒരു ദിവസം നടന്ന് ഭൂട്ടാൻ എത്തും. ചൈന ഒരു 100 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് വരുന്ന സ്ഥലമാണ്. നമ്മുടെ തവാങ്ങിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് വരുന്ന ഏരിയകളാണ്. അരുണാചൽ. ആ, ദിരാങ് എന്ന് പറഞ്ഞ ജില്ലയിലാണ്. ദിരാങ് അല്ല, നമ്മുടെ ജില്ലേൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു സ്ഥലം ലുബ്രാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയൊരു മനുഷ്യർ. ഇവിടെയൊക്കെ ഫുള്ള് ചോപ്പ്, നമ്മൾ ആപ്പിളൊക്കെ കൊണ്ട് വെച്ച പോലെ ഇവിടെ 2 സൈഡിലും ആപ്പിൾ പോലെ ഉണ്ടാകും. നല്ല തടിച്ചിട്ട് നല്ല സുന്ദരന്മാരും. നമ്മൾ അവരോട് സംസാരിക്കും, നമുക്ക് സന്തോഷം ഇങ്ങോട്ട് കിട്ടും. ഒന്നും ചോദിക്കണ്ട, ഇങ്ങോട്ട് സന്തോഷം കിട്ടും. ഇവരുടെ ഭക്ഷണത്തിൽ മുളകില്ല, ഒരു മുളകില്ല. ഇവർ മുളക് കഴിക്കത്തില്ല. അതായത് എല്ലാ കറീൻ്റെ കളറ് വെള്ള കളറ്. വെള്ള കളർ മാത്രം. ഇവർ അച്ചാർ എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്. ആ ഇല ചതച്ചിട്ട് എന്തോ കുരുമുളക് പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ടാണ് ഇവർ എരിവുണ്ടാക്കുന്നത്. അത് ഓർഗാനിക്കാണ്. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ചീസും. ഇത് മാത്രം ഇവരുടെ ഭക്ഷണം. ഞാനിത് ഒരാഴ്ച 2 ആഴ്ച കഴിച്ചതിന് ശരീരം തടിച്ചു, നല്ലപോലെ തടിച്ചു ഞാൻ. അത് ശരിയാ. ഞാൻ ചിന്തിച്ചു, എന്താണ് ഇത്ര തടിക്കാൻ കാരണം? ഞാൻ നടക്കുന്നുണ്ട്, എൻ്റെ ശരീരം തടിക്കുന്നുണ്ട്. പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായി, ഇവരെ ഭക്ഷണ രീതി, ചീസ്, പാല്, യാക്കിൻ്റെ പാലൊക്കെ കുടിച്ചായിരുന്നു.
അവർ ശരിക്കും സൽക്കരിച്ചു. സൽക്കരിച്ചു. ആ. എനിക്കറിയില്ല ഈ ഭക്ഷണത്തിനൊക്കെ ഇത്രയും പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ മുഖത്തിനൊക്കെ കളർ മാറിയായിരുന്നു. വൈറ്റ് കളർ നല്ലപോലെ വന്നു. ചുണ്ടിനൊക്കെ നല്ല ചുവന്ന കളറ്. എനിക്ക് സന്തോഷം. എൻ്റെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ. ഞാനൊരു നല്ല സ്ഥലത്തെത്തി. അവിടുത്തെ ആൾക്കാരും ഭയങ്കര സന്തോഷം. എന്നെ അറിയില്ല. എൻ്റെ ജാതി ഏതാണോ, എൻ്റെ മതം ഏതാണോ, ഇവൻ്റെ പേരേതാണോ, ഏത് സംസ്ഥാനക്കാരാണോ, ഇതൊക്കെ അവിടെ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇവരെന്നോട് ചോദിക്കുന്നുള്ളൂ ഇത് കാര്യങ്ങളൊക്കെ. അല്ലാത്ത പക്ഷേ ഇവർക്കത് അറിയേണ്ട ആവശ്യമില്ല. ഒരാൾ വന്നു. അത് വന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന കേട്ടോ. വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒമർ എന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. യെസ്. നമ്മുടെ എൻ്റെ കൂടി എറണാ സുഹൃത്താണ്. ആ സാറിൻ്റെ സുഹൃത്താണ്. ഓക്കെ, ഓക്കെ. യെസ്. ഒമറാണ് എനിക്ക് ആ അതെ. ഗ്രാമം പരിചയപ്പെടുത്തിയിരുന്നത്. നല്ലൊരു മനുഷ്യൻ ഒമർ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, "ചിത്ര നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്." അവനവിടെ പക്ഷീനൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നതാ. എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തിനെയും മറക്കാൻ പറ്റത്തില്ല. ആ സ്ഥലവും മറക്കാൻ പറ്റത്തില്ല. ലുബ്രാങ്, ചുഗ്ഗുവാലി. ഡിഫറൻ്റ് ആയ മനുഷ്യർ. ട്രൈബൽസ് ആണ് കേട്ടോ. മോൻബ ഒരുപാട് ട്രൈബൽസ് ഉണ്ട് അരുണാചലിൽ. ഗോത്രവർഗ്ഗങ്ങളുടെ നാടാ. ലാൻഡ് ഓഫ് എന്താണ് പീസ് എന്നൊക്കെ പറയും അരുണാചലിനെ. സന്തോഷം കിട്ടി. ധാരാളം ഓർമ്മകൾ കിട്ടി. ഇപ്പോഴും അവരെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്.